ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിൽ 184 റൺസിന്റെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ. മെൽബണിൽ നടന്ന ഈ മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക ഇതിനകം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന ഫൈനൽ സ്ഥാനത്തിനായി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് പോരാട്ടം. നിലവിൽ 16 കളികളിൽ 61.46 പോയിന്റ് ശതമാനവുമായി ഓസ്ട്രേലിയയാണ് പോയിന്റ് പട്ടികയിൽ രണ്ടാമത്. ഇന്ത്യ 18 കളികളിൽ 52.78 പോയിന്റ് ശതമാനവുമായി മൂന്നാമതാണ്. മെൽബൺ ടെസ്റ്റിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യക്ക് ഇനിയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധ്യതകൾ അവശേഷിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. മെൽബണിലും പരാജയപ്പെട്ടതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ കടക്കാൻ മറ്റു ചില മത്സരഫലങ്ങളെ കൂടി ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ടീം ഇന്ത്യ. എന്നാൽ സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന 5ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ വീഴ്ത്താൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നിൽ സാധ്യതകൾ തുറക്കപ്പെടൂ. അടുത്ത കളിയിൽ പരാജയപ്പെടുകയോ സമനില വഴങ്ങുകയോ ചെയ്താൽ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ കടക്കാതെ പുറത്താകും. 2023-25 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അവസാന മത്സരം കൂടിയാണ് സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന 5ാം ടെസ്റ്റ്. ഓസ്ട്രേലിയയ്ക്കാവട്ടെ ശ്രീലങ്കൻ പര്യടനം ബാക്കി നിൽക്കുന്നുണ്ട്. ഇന്ത്യ സിഡ്നി ടെസ്റ്റിൽ വിജയിക്കുകയും ശ്രീലങ്ക നാട്ടിൽ നടക്കുന്ന പരമ്പരയിൽ ഓസ്ട്രേലിയയെ 2-0 1-0 വീഴ്ത്തുകയോ ചെയ്താൽ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് എത്തും. ഈ പരമ്പര 0-0 എന്ന നിലയിൽ അവസാനിച്ചാലും ഇന്ത്യ ഫൈനലിൽ കടക്കും. ഇന്ത്യ സിഡ്നി ടെസ്റ്റിൽ വിജയിക്കുകയും ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര ഓസ്ട്രേലിയ 1-0 2-0 സ്വന്തമാക്കുകയും ചെയ്താലും ഇന്ത്യ ഫൈനലിലെത്താതെ പുറത്താകും. ഈ പരമ്പര 1-1 എന്ന നിലയിൽ അവസാനിച്ചാലും ഇന്ത്യക്ക് പണി കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് എതിരായ അവസാന കളി ജയിച്ച് ശ്രീലങ്ക പിന്നീട് അവരെ തോൽപ്പിക്കുന്നതിനായി കാത്തിരിക്കുക മാത്രമാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുൻപ് ഇന്ത്യക്ക് ചെയ്യാനുള്ളത്. അതേസമയം ലോർഡ്സിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുക. പാകിസ്ഥാനെ ആദ്യ ടെസ്റ്റിൽ തോൽപ്പിച്ചതോടെ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമായിരുന്നു. സെഞ്ചുറിയനിൽ അവസാനിച്ച മത്സരത്തിൽ 2 വിക്കറ്റിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം. 148 റൺസ് വിജയലക്ഷ്യം 8 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 40 റൺസ് എടുത്ത തെമ്പ ബൗമയാണ് ടോപ്പ് സ്കോററെങ്കിലും കഗീസോ റബാദ, മാർക്കോ ജാൻസൺ കൂട്ടുകെട്ടാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് നയിച്ചത്. പാകിസ്ഥാന് വേണ്ടി മുഹമ്മദ് അബ്ബാസ് 6 വിക്കറ്റ് വീഴ്ത്തി. പരമ്പരയിൽ പാകിസ്ഥാൻ 211, 237 എന്നിങ്ങനെ റൺസ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക 301, 148 എന്നിങ്ങനെ റൺസ് സ്വന്തമാക്കി. ഒരു ഘട്ടത്തിൽ 8-99 എന്ന നിലയിലേക്ക് വീണിരുന്നു ദക്ഷിണാഫ്രിക്ക. പിന്നീട് 2 വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ 49 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഇനി ഓസ്ട്രേലിയയുമായുള്ള അവസാന പോരാട്ടത്തിൽ ജയിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇന്ത്യക്ക് മുന്നിലില്ല. അതും വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുകയുള്ളൂ.